ഇറാനും സൗദി അറേബ്യയും തമ്മിൽ ഭിന്നതയുണ്ടാക്കാൻ ശത്രുക്കൾ നടത്തുന്ന ഗൂഢാലോചനയ്ക്കെതിരെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകി. സൗദി സഹമന്ത്രി രാജകുമാരൻ മൻസൂർ ബിൻ മുത്തായിബ് ബിൻ അബ്ദുൽ അസീസുമായി ചൊവ്വാഴ്ച നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. തങ്ങളുടെ നിയമവിരുദ്ധമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ഭിന്നത വിതയ്ക്കാൻ ശത്രുക്കൾ ശ്രമിക്കുകയാണ് എന്ന് പെസഷ്കിയാൻ പറഞ്ഞു. ജാഗ്രത, ഐക്യദാർഢ്യം എന്നിവയിലൂടെ ഇറാനും സൗദി അറേബ്യയും ഇത്തരം ഗൂഢാലോചനകൾ പരാജയപ്പെടുത്തണം. ഇറാൻ സൗദി ബന്ധം അയൽപ്പക്ക പരിഗണനകൾക്കും സാഹോദര്യം, സൗഹാർദ്ദപരവുമായ വിനിമയങ്ങൾക്കു പുറമെ മതപരമായ ബന്ധങ്ങളും പൊതുതത്വങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു. സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള പുരാതന ബന്ധം രണ്ട് രാജ്യങ്ങളുടെയും പൊതുചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും അടിസ്ഥാനത്തിലാണ് സ്ഥാപിച്ചത്. പാശ്ചാത്യ രാജ്യങ്ങളോട് അടുപ്പത്തിന് ശ്രമിക്കും, നിർബന്ധിത ഹിജാബ് നിയമത്തിൽ അയവ് വരുത്തും തുടങ്ങിയവയായിരുന്നു പെസഷ്കിയാന്റെ വാഗ്ദാനങ്ങൾ. ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായ പെസഷ്കിയാൻ വർഷങ്ങളായി പാർലമെന്റ് അംഗമാണ്. തിരഞ്ഞെടുപ്പിൽ 49.6 വോട്ടിംഗ് ശതമാനം. ഇറാൻ ഇസ്ലാമിക റിപ്പബ്ലിക്കായ ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് ശതമാനമാണിത്. 6,07,575 വോട്ട് അസാധുവായി. 6.1 കോടി വോട്ടർമാരാണ് ഇറാനിലുള്ളത്. പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റെയ്സി മേയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതാണ് ഇറാനെ തിരഞ്ഞെടുപ്പിലേക്ക് നയിച്ചത്. 4 സ്ഥാനാർത്ഥികളുമായി ജൂൺ 28-നായിരുന്നു ആദ്യവട്ട തിരഞ്ഞെടുപ്പ്. അന്ന് ആകെ പോൾ ചെയ്ത വോട്ടിൽ 50% ആർക്കും കിട്ടാഞ്ഞതിനാൽ തിരഞ്ഞെടുപ്പ് രണ്ടാം വട്ടത്തിലേക്ക് നീണ്ടു. ആദ്യ സ്ഥാനങ്ങളിലെത്തിയ 2 പേർ തമ്മിലായിരുന്നു രണ്ടാമത് ഏറ്റുമുട്ടിയത്. തബ്രീസിനെ പ്രതിനിധീകരിച്ച് 2008 മുതൽ പാർലമെന്റിലേക്ക് വിജയിച്ച നേതാവാണ് മസൂദ് പെസഷ്കിയാൻ. മുൻ പ്രസിഡന്റ് മുഹമ്മദ് ഖട്ടാമിയുടെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രിയായിരുന്നു മസൂദ്. 2016-2020 കാലയളവിൽ പാർലമെന്റിന്റെ സ്പീക്കറായിരുന്നു. ഫലം വന്ന ശേഷമുള്ള ആദ്യ പ്രതികരണത്തിൽ മസൂദ് വോട്ടർമാർക്ക് നന്ദി പറഞ്ഞു. നിങ്ങളുടെ സ്നേഹത്തിനും സഹായത്തിനും നന്ദി. നമ്മളെല്ലാവരും ഈ രാജ്യത്തെ പൗരന്മാരാണ്. രാജ്യത്തിന്റെ പുരോഗതിക്കായി നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണമെന്നും മസൂദ് പറഞ്ഞു. പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗർ ഗലീബാഫ്, നിയമനിർമ്മാതാവ് മസൂദ് പെസഷ്കിയാൻ, മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ സയ്യിദ് ജലീലി, സുരക്ഷാ ഉദ്യോഗസ്ഥൻ മുസ്തഫ പൗർ മുഹമ്മദി എന്നിവരായിരുന്നു മത്സര രംഗത്തുണ്ടായിരുന്നത്. പ്രാദേശിക നേതൃത്വത്തിനായുള്ള അഭിലാഷങ്ങൾ, എണ്ണ കയറ്റുമതി നയം, അമേരിക്കയുമായും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളുമായുമുള്ള ബന്ധം തുടങ്ങി നിരവധി ഭൗമരാഷ്ട്രീയ വിഷയങ്ങളിൽ ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വഷളായിട്ടുണ്ട്. 1987 മുതൽ 1990 വരെയുള്ള യമനിലെ ഇടപെടൽ, അൽനിമ്രിന്റെ വധശിക്ഷ, സൗദി നയതന്ത്ര ദൌത്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടങ്ങിയ ചില പ്രശ്നങ്ങളെ തുടർന്ന് 2016-ലും 7 വർഷത്തേക്ക് നയതന്ത്ര ബന്ധം നിർത്തിവെച്ചു. എന്നിരുന്നാലും ഇറാനിൽ 2023 മാർച്ചിൽ ചൈനയും ഇറാഖും ഇടനിലക്കാരനായ ചർച്ചകൾക്ക് ശേഷം ഇറാനും സൗദി അറേബ്യയും ബന്ധം പുനഃസ്ഥാപിക്കാൻ സമ്മതിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.